لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله محمد رسول الله صلى الله عليه وسلم. വിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾ സാധാരണ കൃഷികൾ എന്ന തത്വത്തിന് വേണ്ടി അല്ലാഹുത്താല തെരഞ്ഞെടുത്ത മാർഗം പ്രവാചകന്മാരെ പറഞ്ഞയക്കുകയും ഒന്നേക്കാലത്തും വരുന്ന പ്രവാചകന്മാർ ലോകത്ത് നിയുക്തരായതിന്റെ ലക്ഷ്യം സാധാരണ ജനങ്ങൾക്ക് ആത്മീയത ഉണ്ടാക്കി കൊടുക്കലും സാധാരണക്കാരെ അല്ലാഹുവുമായി അടുപ്പിക്കലുമായിരുന്നു. അതിനാവശ്യമായ ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങൾക്ക് നൽകുന്ന വിശദീകരണം നൽകുമ്പോൾ വരുന്ന സംശയങ്ങൾക്ക് നിവാരണങ്ങളും ഒരു വേള ഗ്രന്ഥ വിശദീകരണ സംശയ നിവാരണം വരുത്തിയാലും അംഗീകരിക്കാത്ത ആളുകൾക്ക് മുമ്പിൽ നിഷേധിക്കാൻ പറ്റാത്ത ആത്മസിദ്ധികളും അതുപോലെ അമാനുഷികമായ കഴിവുകളും പ്രകടിപ്പിക്കുന്ന രീതിയിൽ മൂല്യത്തടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ ലോകത്തേക്ക് നിയോഗിച്ചത്. ആ പ്രവാചകന്മാരുടെ സമാപനം കുറിച്ചു കൊണ്ടുവന്ന ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെയും സജീവം പ്രവർത്തനവും മറിച്ചല്ല ആത്മീയ തത്വങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തി തലത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ശത്രുക്കൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടാതെ അമാനുഷികമായ കഴിവുകളും ബുദ്ധികളും പ്രകടിപ്പിക്കുകയും ആത്മീയതയിലൂടെ തന്നെ ആളുകളെ നന്നാക്കിയെടുക്കുകയും ചെയ്തു. 23 വർഷക്കാലം കൊണ്ട് സമൂലമാറ്റം വരുത്തി മൃഗതുല്യരായി ജീവിച്ച ആളുകളെ നന്നാക്കിയെടുത്ത് മാതൃകയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത് ആ പ്രവാചകർ നൽകിയ ആത്മീയ മരുന്നുകൾ കൊണ്ടായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് കേവലം അധര വ്യായാമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിനയങ്ങൾ കൊണ്ടോ ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടോ അതുപോലെയുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ കൊണ്ടോ ഉപരിപ്ലവമായ കാര്യങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് മനുഷ്യരുടെ മൊത്തം പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സിനെ ആത്മീയമായി പരിണമിക്കുകയും ആ ആത്മാവിനെ പുറം ചെയ്തെടുക്കുകയും ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിലൂടെ ആ മനുഷ്യ മനസ്സുകളെ ആത്മീയതയിലേക്ക് നയിക്കുന്നതിലൂടെ മൊത്തം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അടിമുടി മാറ്റം വരുത്തുകയും ചെയ്യുക എന്ന വല്ലാത്ത ലക്ഷ്യമാണ് പ്രവാചക നിയോഗിച്ചതിന് പിന്നിലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആണയിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ആ ആത്മീയത അറിഞ്ഞൊരുങ്ങി നിൽക്കുകയും അതിന്റെ പ്രകടമായ രൂപങ്ങൾ ബാഹ്യമായ രൂപങ്ങൾ പുറത്തേക്ക് വരികയും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശരിക്കും അത് സ്വാധീനിക്കുകയും ചെയ്ത ആ ജീവിതത്തിന്റെ ചുറ്റുപാട് ആദർശരായി ഒരുപാട് ആളുകൾ ഈ ആത്മീയ വർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചു കേരളത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഉയർച്ചയും വളർച്ചയും പരിശോധിച്ചാൽ ഏകദേശം ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ ഇസ്ലാമിലുണ്ടായിരുന്ന ഉയർച്ചയും വളർച്ച അല്ല, ലോകതലത്തിലുണ്ടായിരുന്ന ഇജ്ജത്തും യശസ്സും ആത്മാഭിമാനവും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് തർക്കമറ്റ വിഷയമാണ്. സത്യത്തിൽ അന്ന് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. ആരും മുസ്ലിങ്ങൾ വിമർശിച്ചിരുന്നില്ല, മുസ്ലിം ആരാധനാലയങ്ങൾക്കെന്ന് ശബ്ദിച്ചിരുന്നില്ല.
മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ ആരും ഇവിടെ ഒന്നും പ്രചരിപ്പിച്ചിരുന്നില്ല. മറിച്ച് അന്ന് ഇസ്ലാമിന് ഇജ്ജത്തും അഭിമാനവും ഉയർച്ചയും വാർത്തയും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം തീർത്തി പറയുന്നു, അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ഇസ്ലാമിനെ ബഹുമാനിച്ചവർ, പണ്ഡിതന്മാർ ആദരിച്ചവർ, അവർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വായിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ പഠിച്ചത്. എന്തുകൊണ്ട് 1930 വരെ വിശുദ്ധ ഖുർആനിന് കേരളത്തിൽ പരിഭാഷകൾ ഇറങ്ങിയിട്ടില്ല. പിന്നെയോ ഭരണസ്വാധീനം കൊണ്ട് അന്നാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. വീട് വെച്ചു കൊടുക്കലോ സക്കാത്ത് ഫണ്ടിന്റെ വൈദ്യുതിയോ റിലീഫിന്റെ കാര്യക്ഷമതയോ അന്ന് ഇസ്ലാമിന്റെ വളർച്ചയിൽ ഒരു കാര്യവും വരുത്തിയിട്ടില്ല. പിന്നെ തെരുവ് നാടകങ്ങൾ കണ്ട് ഒരാളും ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നിട്ടില്ല. കാരണം അന്ന് ജമാഅത്ത് ഇസ്ലാമി നിലവിലില്ല. ഏതു വാദത്തെ ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവചിച്ചിരുന്നത് ഇസ്ലാമിന്റെ ആത്മീയതയും ഇസ്ലാമിന്റെ സംസ്കാരവും പരിഷ്കാരവും മനസ്സിലാക്കിക്കൊണ്ടാണ്. എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? പത്രത്താളുകളിൽ വായിച്ചെടുത്തതല്ല, വീടുകൾ കണ്ടാസ്വദിച്ചതല്ല, തെരുവിൽ നാടകം കണ്ടതല്ല. മറിച്ച് അന്നത്തെ ആത്മീയ നായകന്മാർ, ആ നായകന്മാർക്ക് മുസ്ലിംകൾ കൊടുത്തിരുന്ന ബഹുമാനവും ആദരവും സ്ഥാനമാനങ്ങളും ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുമ്പോൾ ആത്മീയ നായകരെ സമീപിച്ച് ആത്മീയ നേതാക്കന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചലിക്കുന്ന പൊതുജനങ്ങൾ, അതനുസരിച്ച് വളർത്തിയെത്തുന്ന സമൂഹവും അച്ചടക്കമുള്ള നല്ല തഖ്വയുള്ള ആത്മീയതയുള്ള ശാന്തിയുള്ള സമാധാനമുള്ള അടുക്കും അച്ചടക്കവുമുള്ള ആ ജീവിതത്തിന്റെ ചുറ്റുപാട് കണ്ടപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടു. കേരളത്തിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ആത്മീയതയുടെ പ്രഭാവ കേന്ദ്രമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാമിനെ പഠിപ്പിച്ചു, ആത്മീയതയെ പഠിപ്പിച്ചു, ഇസ്ലാമിന്റെ തത്വങ്ങളെ പഠിപ്പിച്ചു. ആ തത്വങ്ങൾ പ്രവാചകരിൽ നിന്ന് നേരിട്ട് പഠിച്ച സ്വഹാബ, ആ സ്വഹാബ കിറാം നിമിത്തങ്ങൾ ആത്മീയ പ്രതിപുരുഷനാക്കി കണ്ടു. അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചു. നിങ്ങൾക്ക് ഇമാം ബുഖാരി ധരിക്കുന്ന തന്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസുകൾ, നാം മുസ്ലിം ധരിക്കുന്ന ധാരാളം ഹദീസുകൾ, അതിലൊക്കെ കാണാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഓടി വരുന്നു. എന്നിട്ടെന്താ പറയുന്നത്? തങ്ങളെ ഞങ്ങൾക്ക് മഴയില്ല, നാൽക്കാലുകൾ ചാവാൻ തുടങ്ങിയിട്ടുണ്ട്, കൃഷിയെല്ലാം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ആകെ വല്ലാത്ത വിഷമത്തിലാണ്, അതുകൊണ്ട് തങ്ങളെ മഴ വേണം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ആത്മീയത കച്ചവടമാക്കാൻ വന്ന വ്യക്തിയല്ല, അതുറപ്പാണല്ലോ. ആത്മീയത എന്താണ് എന്ന് പ്രാവർത്തികമായി കാണിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി തങ്ങൾ ആ തൈന് മുളയിലേനുള്ള കായനമായിരുന്നു ചട്ടപ്യൂർ വായഭൂട്ടം, ഇതുപോലെയുള്ള കച്ചവടവൽക്കരിക്കപ്പെടുന്ന ആത്മീയത എതിർക്കാനാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആത്മീയത തകർക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് മഴ പെയ്യിപ്പിക്കലും വെള്ളം തരലും എന്റെ പരിധിയിൽ പെട്ടതല്ല. അതിന്റെ കഴിവുകൾക്ക് ചില പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചോളൂ, അല്ലാഹുവിനോട് എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് അല്ലാഹു എത്തിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇത് അല്ലാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തണം. അതുകൊണ്ട് ഞാൻ
ശുദ്ധനാകും. ഞാൻ കച്ചവടത്തിൽ വെച്ചേക്കപ്പെടുന്ന ആത്മീയതയുടെ ആ ഇമേജ് ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം നിങ്ങളോട് ചോദിക്കരുതെന്ന് പറയുന്നത് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അസ്ഖിനാ വൈസം മുഗീസ, അല്ലാഹുമ്മ അസ്ഖിനാ വൈസം മുഗീസ, അല്ലാഹുമ്മ അസ്ഖിനാ വൈസം മുഗീസ. ഹബീബായ നബി തങ്ങൾ ആത്മീയ പുരുഷന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കാരണം മഴ പെയ്യാൻ തുടങ്ങി. ഇമാം ബുഖാരി ധരിക്കുന്ന 22 ഹദീസ്, നല്ല കനത്ത മഴ, സുബ്ഹാനല്ലാഹ്, ഒരാഴ്ചയോളം മഴ നീണ്ടു നിന്നു. നല്ല വെള്ളം. അവസാനം ആ മഴ കൊണ്ട് വിഷമൊന്നുവേണ്ടി വെള്ളം ഒന്നായി വെള്ളപ്പൊക്കമായി മാറാൻ തുടങ്ങിയപ്പോൾ നേരെ ഓടി വന്നിട്ട് പറയുന്നത്, മതി മതി മതി, വെള്ളം നിർത്തണം നബിയേ, ഇനി ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്, അതുകൊണ്ട് മഴ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴെങ്കിലും റസൂലുള്ളാഹി തങ്ങൾക്ക് പറയാമായിരുന്നു, ഇത് ഏതായിരുന്നാലും മഴ പെയ്യാൻ നിങ്ങളെന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പരസ്പരമ്പരാനോട് ചോദിച്ചു, മഴ നിങ്ങൾക്ക് പെയ്തു, ഇനി മഴ നിർത്താനെങ്കിലും നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ? എന്റെ അടിമ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വളർച്ചയുണ്ടാകുമ്പോൾ എന്തിനും ഒരാഴ്ചക്കാലം നമ്മൾ കാത്തുനിന്നു, എന്തിനും ആത്മീയ പുരുഷനെ കാത്തുനിന്നു. അതുകൊണ്ട് ഞാൻ ഈ പതിവ് ആരംഭിച്ചാൽ, അല്ലെങ്കിൽ പദ്ധതി തുടങ്ങിയാൽ നാളെ ഇത് ഇപ്രവസ്ഥക്കാക്കപ്പെടും, നാളെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ചോദിച്ചു നേരിൽ ചോദിക്കരുത്. ഇത് പരസ്പരനോട് ചിലടത്ത് ചോദിച്ചോ. ഒന്ന്, മഴ പെയ്യിപ്പിക്കൽ നിർത്തലും മനുഷ്യ ഡ്യൂട്ടിയിൽ പെട്ടതല്ല. താൻ വേണമെങ്കിൽ നമുക്ക് നല്ല വെയിൽ വരുമ്പോൾ അല്ലാത്ത ചൂട് ഒന്ന് ഓടിക്കുന്നു എന്ന് പറയാം. പക്ഷേ അല്പം കഴിയുമ്പോൾ ഇനി മതി ഓപ്പൺ ചെയ്തേക്കൂന്ന് പറയാം. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേ സമയത്ത് മഴ പെയ്യാൻ പറയലും ചെയ്യുന്ന മഴ നിർത്തിവെക്കാൻ പറയലും ഹബീബായ നബി തങ്ങൾ ഒട്ടും സംശയിച്ചില്ല. ഇത് തങ്ങൾ അത് വിമർശനമായി കണ്ടില്ല. കാരണം ഹബീബായ നബി തങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹവലനാ വല അലൈനാ, ഞങ്ങളുടെ ആവശ്യത്തിനായിക്കൊണ്ട് ഈ പരിസരത്തൊക്കെ പെയ്തോട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല. മറിച്ച് നിങ്ങൾക്ക് ഹൈബൈദ്യത്തിലേക്ക് കാലിലേക്കുന്നു. ഗുരുതരമായ പരിക്ക്. അതേ പരിക്ക് പറ്റിയപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, സലമത്തിന്റെ കാര്യം എവിടെയില്ല, വല്ലാത്ത പരിക്ക സംഭവിച്ചിരിക്കുന്നത്. അതേ മഹാനായ സലമത്തുള്ളാഹു തങ്ങളുപ്പാപ്പാന്റെ ഹദ്റത്തിലേക്ക് സുബ്ഹാനല്ലാഹ് നേരെ ചെന്ന് തങ്ങളോട് പറയുന്നു, തങ്ങളെ എന്റെ കാലിന്റെ മുറിവ് അതൊന്ന് സുഖപ്പെടുത്തി തരണം, അതൊന്ന് ശുദ്ധയാക്കി തരണം, എന്റെ കാലിന് ഗുരുതരമായ വെച്ചേറ്റിട്ടുണ്ട്. അപ്പോഴെങ്കിലും ഇത് തന്നെ ചെയ്യേണ്ടത് എന്താണ്? നേരെ ഉടുക്കുറ്റിയുടെ വേരും അക്രമങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റയുടെ തൂമ്പും എല്ലാം പാടെ കൂട്ടിച്ചേർത്ത് നാടിനെ മിക്സാക്കിയിട്ട് നേരെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് മുറിവില്ലായ തേച്ചു കൊടുക്കുന്ന രീതി എല്ലാ സുഖമായി തന്നെ ചെയ്തതാണ്. അതിൽ കാണാം ഹബീബായ തങ്ങൾ ചെയ്ത ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റായിരുന്നു ആത്മീയ ചികിത്സ. ഹദീസിൽ പറയുന്ന പദം തന്നെ റസൂലുള്ളാഹി സലാസ നഫസാത്ത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മഹാനാ പാപ്പയല്ല, അല്ലെങ്കിൽ ഉണ്ടായിത്തങ്ങൾ പാപ്പയല്ല, പിന്നെയോ ഹബീബായ നബി തങ്ങൾ പാപ്പ, വലിയ തങ്ങൾ പാപ്പ. തങ്ങൾ പാപ്പ ചെയ്യുന്നത് മന്ത്രിച്ചൂടുന്നു. മന്ത്രിച്ചൂടി എന്ന് മാത്രമല്ല,
ബോട്ടിൽ മുറിവുണങ്ങിയ മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിയുടെ ചെറിയ അടയാളം കണ്ട് അന്ന് ആളുകൾ ചോദിക്കുന്നു, എന്താണ് വലിയപ്പായുടെ മുറിയുടെ അടയാളം കാണുന്നത്? മഹാനായ അണമശ്രതിയല്ലാഹു പറയുന്നത്, അന്ന് സംഭവിച്ച മുറിയുടെ കഥ പറഞ്ഞ ശേഷം വർഷങ്ങളായി ഈ സെക്കൻഡ് വരെ എന്റെ ഈ മുറിവിന് സൈഡഫക്റ്റോ അതിൽ മരുന്നിന്റെ റിയാക്ഷനോ മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ മഴ ആവശ്യം വന്നപ്പോൾ തങ്ങളുപ്പാപ്പാണ് സമീപിക്കുന്നു. അവ ചെയ്യുന്ന മഴ ഓവറായപ്പോഴും നിർത്താൻ തങ്ങളുപ്പാപ്പോരോട് പറയുന്നു. ഞാനീ വെട്ടേറ്റപ്പോഴും തങ്ങളുപ്പാപ്പാണ് സമീപിക്കുന്നു. പോരാ, അതീതായ ലഭിച്ചങ്ങളുടെ സ്വഭാവത്തിൽ നിരുത്തങ്ങളും ഒന്നിച്ച് ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ വിശാലമായ മരുഭൂമി. ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ സ്വഭാവത്തിന് കുടിക്കാൻ വെള്ളം ഇല്ല, അലക്കാൻ വെള്ളമില്ല, ഒന്നൂറിന് വെള്ളമില്ല. കൂടാതെ സ്വഭാവത്തിൽ തീരുമാനിക്കുന്നു അത് തങ്ങൾപ്പാപ്പാലെടുത്ത് നിന്നും പറയുന്ന ആത്മീയത അത് കച്ചവടമല്ല, വിമോചനമാണ് എന്നാണ് ചില ആളുകൾ ഇപ്പോൾ മുദ്രാവാക്യം നടക്കുന്നത്. അതിൽ എതിർക്കുന്നതോ ആത്മീയ പ്രതിപുരുഷന്മാർ, അത് എതിർക്കുന്നതിലൂടെ നേടുന്നതോ ഇസ്ലാമിന്റെ തകർച്ച. നോക്ക്, ജമാഅത്ത് ഇസ്ലാമി എന്നൊരു പാർട്ടിയുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഞാൻ പറയും, അവര് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പ്, അതിന്റെ ഭാഗമായി എല്ലാ വീടുകളും വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലഘുലേഖയുണ്ട്. ആത്മീയത കച്ചവടമെന്ന വിമോചനമാണ്. ആത്മീയതയുടെ കച്ചവടം നടത്തിയത് എന്നും എന്നിട്ട് എന്താവസാനം സംഭവിച്ചതെന്നും ഇൻഷാഅല്ലാഹ് എന്റെ വകയല്ല, പത്രക്കത്തിൽ വെച്ച് ഞാൻ പറയുക. ഏതായിരുന്നാലും ഇതിങ്ങനെ എഴുതിയിട്ട് അതിൽ പറയുന്നത് ആമുഖങ്ങൾക്ക് ശേഷം, സുഹൃത്ത്, നന്മയിലും നമുക്ക് ചുറ്റിലും നന്ദിലും നമുക്ക് ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യാനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കാനും ജീവിതത്തെ വിശുദ്ധിയുടെ പ്രകാശമാക്കുവാനുമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയാന്വേഷണങ്ങളെ സഹായിക്കേണ്ടത്. നിർഭാഗ്യവശാൽ മോശവും ആശ്വാസവും തേടി ആളുകൾ എത്തിപ്പെടുന്നത് ആത്മീയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യർക്ക് മുന്നിലാണ്. ആത്മീയമായ പുരുഷന്മാർ, മഹാന്മാരായ സാരഥ്യങ്ങൾ, അതൊക്കെ എങ്ങോട്ടേക്കാ മടങ്ങുന്നത് എന്ന് ഇൻഷാഅല്ലാഹ് ഇത് ഇടക്കിടക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടി തോന്നിടുന്നത് പോലെ. അപ്പോൾ ആ സ്ഥിതിയിൽ എങ്ങോട്ടേക്കാണ് ഇതിന്റെയൊക്കെ മടക്കം എന്നുള്ളത്. ഇതായിരുന്നാലും ആളുകൾക്ക് സമാധാനവും ശാന്തിയും നൽകുന്ന ആത്മീയമായ പ്രഭ ശരിക്കും തെളിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ സംബന്ധിച്ചാ പറയുന്നത്, ഈ ആളുകളോട് ചെന്നിട്ടാണോ സമാധാനം ചോദിക്കുന്നത്? അതീതായ ലഭിക്കുമ്പോൾ സ്വഭാവത്തിൽ ഒന്നിച്ച് യാത്ര പോകുമ്പോൾ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. സ്വാഭാവികമായും സ്വഭാവത്ത് തീരുമാനിച്ചു തങ്ങളുപ്പാപ്പാണ് സമീപിക്കേണ്ട. എന്നിട്ട് വിഷമം പറയാ, തങ്ങള് വെള്ളം വേണം, കുടിക്കാൻ അലക്കാൻ വെള്ളം ഞങ്ങളെ കയ്യിലില്ല. അപ്പോഴെങ്കിലും പ്രവാചകർ പറയേണ്ടിയിരുന്നു, ഞാൻ ഇത്രയും വർഷം വ്യവസ്ഥാപിതമായ രീതിയിൽ പഠിപ്പിച്ച സൗഖ്യത്തിന്റെ സുസ്ഥിരമായ സ്വഭാവങ്ങൾ തമ്മിക്കകത്തുകൊണ്ട് അന്ധവിശ്വാസവും അനാചാരങ്ങളും ആശ്വാസതകളുമൊക്കെ സമൂഹത്തിൽ അള്ളിപ്പിടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ആ അന്ധവിശ്വാസത്തിന്റെ പൂർവ്വത്തിൽ നിന്ന് എന്നെ പുറത്തിലാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ക്കും എന്നോട് പഠിച്ചുകൊണ്ടെന്ന് അല്ലാഹുതആല അസംഖ്യമായി പ്രഖ്യാപിച്ചിരിക്കെ നിങ്ങൾ എന്തെങ്കിലും ശിക്ഷിതായി എന്നെ സമീപിക്കണം. മാത്രമല്ല, നിങ്ങളിപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോട് സഹായം ചോദിച്ചു. ഞാൻ നിങ്ങൾക്കെങ്ങാനും വെള്ളം തന്നാൽ അത് രേഖപ്പെടുത്തിപ്പെടപ്പെടും. രേഖപ്പെടുത്തി വെച്ചാലോ നാളെ ഇത് അന്വേഷിക്കപ്പെടും. എന്റെ അനന്തരാവകാശികൾ, ആകുന്ന ബന്ധുക്കന്മാർ, എന്റെ കുടുംബം, ആകുന്ന തങ്ങന്മാർ, അതവർ ദുരുപയോഗപ്പെടുത്തപ്പെടും. അതുകൊണ്ട് ഈ 2 പ്രാവശ്യം വെച്ച് ഞാൻ തന്നിട്ട് ഇനിയെങ്കിലും ഒന്ന് ഡയറക്റ്റ് ചോദിച്ചോളൂ അല്ലാഹുവിനോട്. അല്ലേ, ആത്മീയ
ആത്മീയത കച്ചവടമാണോ, ആത്മീയത അനുഭൂതിയാണോ, ആത്മീയ അനുഭവമാണോ, അല്ല ആത്മീയത അഭിനയമാണോ? ഇതറിയുന്ന റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബത്തിനോട് ന്യായമിട്ടാൻ പറയുന്നില്ല, അവർ ബോധം നിരുത്സാഹപ്പെടുത്തിയില്ല. പകരം ആ ആത്മീയ പുരുഷൻ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ അല്പം വെള്ളമെങ്കിലും ബാക്കിയുണ്ടോ? ഉടനെ ഒരു പാത്രത്തിൽ സ്വല്പം വെള്ളം കൊണ്ടുവരും. ആ വെള്ളത്തിലേക്ക് റസൂൽ കൈവെക്കുന്നു. വെക്കുമ്പോൾ അതീവായ തങ്ങളുടെ വെള്ളത്തിലൂടെ വെള്ളം ധാരധാരിയായി ഒഴുകുന്നു. ആ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാക്കിറാം അവർ ഒഴുകുന്നു, കുളിക്കുന്നു, കുടിക്കുന്നു, എല്ലാ ആവശ്യവും നിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ കൈപിടിക്കുന്നു. ആ കൊണ്ടുവന്ന വെള്ളം അല്പം പോലും ചുരുങ്ങാതെ തിരിച്ചു കൊടുക്കുന്നു. ഇത് ബുഖാരിയിലുണ്ടോ ഇല്ലേ? ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലേ? ബഹുമാനപ്പെട്ട നബി തങ്ങളോട് തങ്ങളുപ്പാപ്പ വെള്ളം വേണം, തങ്ങളുപ്പാപ്പ അത് അനുസരിച്ച് നിശ്ചയിക്കില്ല. ഏത് ഇവിടെ പറയുന്നത് എന്താണ്? ചില കേന്ദ്രങ്ങൾ, ചില വ്യക്തികളെ വെച്ചാണ് സമ്മതിച്ചിട്ടുള്ളത്. എന്നിട്ടോ ആ വ്യക്തികൾ സാധാരണക്കാരുടെ വിവരക്കേടും അന്ധവിശ്വാസമൊക്കെ ചൂഷണം ചെയ്ത് കൊടുത്തു നിർത്തുന്ന ആത്മീയ പരിവേഷക്കാർ അടുത്ത സാമൂഹിക ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് യുദ്ധസിദ്ധികളോ പരിപാടികളോ ഇങ്ങനെ തുറന്നു സമ്മതിക്കുന്നതിന് പകരം ഭക്തന്മാർക്ക് കൊണ്ട് സ്വപ്നം അംഗീകരിച്ചവരാണ്. അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും ഭക്തന്മാർക്ക് സ്വപ്നം അംഗീകരിക്കുന്നവരാ. അതാ പറയുന്നത് ആത്മീയത കച്ചവടത്തിലെടുക്കാതില്ല ബിസിനസ് ഗ്രൂപ്പ് അഥവാ ജമാഅത്തുൽ ഇസ്ലാമി കൊണ്ട് ഹബീബായ ലീസങ്ങൾ വെള്ളം കൊടുക്കുന്നു പോരാ. എന്തിനാണ് ഹബീബായ ലീസങ്ങൾ പാതിരാത്രിയിൽ ഹജ്ജ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു കൊച്ചു സഹാബി അദ്ദേഹമതാ വെള്ളത്തിന്റെ തുല്യമായി വരുന്നു. ഇത് തങ്ങൾക്ക് പ്രാഥമിക കർമ്മ നിർവഹണത്തിന് വേണ്ടി ആ വെള്ളപ്പാത്രമായിട്ട് വരും സഹാബിയെ കണ്ടപ്പോ ലഭിതങ്ങൾ ചോദിക്കുന്നതാണ്, ഇതുവരെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. അതേ തങ്ങളുപ്പാപ്പ തങ്ങൾക്കൊന്ന് ഹിദ്മത്ത് ചെയ്യാൻ, തങ്ങൾക്കൊന്ന് സേവനം ചെയ്യാൻ, തങ്ങൾക്കൊന്ന് സേവനം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഉറക്കവയ്ക്കുന്നതാണ്. പൂർണ്ണ ഭാഗം ഏർപ്പാട് അങ്ങനെ ഗ്രാമങ്ങളൊന്നും ഇസ്ലാമില്ല. എന്ത് ഹിദ്മത്ത്, എന്ത് സേവനം എല്ലാം ചെയ്യും. കുറെ പണ്ഡിതന്മാർ, കുറെ അരികൾ, കുറെ സൈന്യന്മാർ, കുറെ ഔലിയാക്കൾ, കുറെ കൂട്ടിയാക്കൾ. എന്നിട്ട് അവർ വരുമ്പോൾ ചിലവരുടെ കൈപ്പിടിക്കും, ചിലവരുടെ ചെറുപ്പിനെ വഴിയാക്കി വെക്കും, ചിലർ വെള്ളം എടുത്തു കൊടുക്കും, ചിലർ വെള്ളം മാറ്റി കൊടുക്കും, ചിലർക്ക് മണ്ണിട്ട് കൊടുക്കും. ഇതൊക്കെ ചില ജാതകളാണ്, ചില കാട്ടിക്കൂട്ടലുകളാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ലേ? അപരാധികളൊന്നും ഇസ്ലാമില്ല. അതുകൊണ്ട് ഈ ഉറക്കം വെച്ച് ഹിദ്മത്തിൽ നിന്നത് മുന്നേ നേരിൽ ആവർത്തിക്കരുത് എന്നാണോ നബിതങ്ങൾ പറഞ്ഞത്? അല്ലല്ലോ, ആത്മീയത പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകർ, ഭാവിയുടെ കച്ചവടമാകുമെന്ന് അറിയുന്ന പ്രവാചകർ എന്ന് ാശിൽ പറഞ്ഞാൽ ആ പ്രവാചകർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഹിദ്മത്തൊക്കെ സാധിക്കും നോട്ടും കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറയുന്ന വാക്കെന്താണ്? ഈ പാതിരാത്രിയിൽ എനിക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഉറച്ചു വഹിക്കുന്നുണ്ടോ? എന്താണ് റബിയത്തെ നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ. വേണ്ടത് ചോദിക്കാം. അവര് അള്ളാനോടല്ല ചോദിച്ചല്ലാനോട് അല്ല ചോദില്ല. അങ്ങനെയല്ല. പിന്നെ ബഹുമാനപ്പെട്ട റബിയത്തോട് പറയുന്ന വാക്ക് വേണ്ട എന്താ ചോദിച്ചോ. നിശ്ചയൊരു സുന്നിയായ റബിയത്തുള്ളാക്ക് നടത്തണ്ടേ? ഉടനെ തന്നെ ആ ഗോൾഡൻ ചാൻസ് ഇനി പറഞ്ഞാൽ പോലെ അതിന്റെ അപ്പുറത്തെന്തെങ്കിലും പറയുക അങ്ങനെ പറയാം. ആ നല്ല ചാൻസ് ഉപയോഗപ്പെടുത്തി റബിയത്തുള്ളാന്ന് പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞത്? ഈ കഴിഞ്ഞ റമദാൻ നമ്മളൊക്കെ പടക്കടമ്പുരാനോട് ചോദിച്ച ചോദ്യം
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. അതേ എന്താ ചോദ്യം? നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു. മുറാദക്കത്തിൽ തന്നെ സ്വർഗം പോരാ, സ്വർഗത്തിന്റെ കഴമ്പ് വേണം. സ്വർഗത്തിൽ എവിടെയെങ്കിലും ഭാഗത്തും ശാസ്ത്രീകരിക്കാതെ ജനത്തിൽ പോരാ. പിന്നെ മുറാദക്കത്തിൽ തന്നെ സ്വർഗത്തിൽ തോപ്പ് പദം നബിയെ തങ്ങൾക്ക് നമ്മൾ തങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്തതിൽ നിന്ന് അത് റിസർവ് ചെയ്ത് കൺഫേമാക്കി തരണം. അപ്പോഴെങ്കിലും റസൂലിനെ പറയണം ഇപ്പോഴെങ്കിലും വെച്ചാണെങ്കിൽ അങ്ങനെ സ്വർഗം ചോദിക്കാൻ മാത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്യാവശ്യം അപ്പുറത്തും ആഗ്രഹിക്കുന്നു. സ്വർഗം റസൂലിനോട് ചോദിച്ച് പദനേക്കാൾ എന്തായിരിക്കും കഴിക്കും? ഹബീബായ നബിത്തങ്ങൾ എന്തോ പറഞ്ഞത്? അവൻ ഓരോ കാര്യം അല്ല അതെന്നെ വേണം. എന്താത്ത ചോദിച്ചിട്ടുണ്ട് അതെന്നെ വേണം. അപ്പൊ റബീയത്തിൽ മറുപടി അതിനും രസം സുവാകാശമാണ് സൂർണ തറ ജപിച്ചുള്ള മിനിമം സൂർണ അതിനെ കൊണ്ട അപ്പൊ സൂർണ പറഞ്ഞു അതിന് അതാർക്ക് വിജയത്തിലേക്ക് സുജൂർ ഇന്ന് സുജൂർ നല്ലോണം ചെയ്ത് ഹെച്ചിണ്ടാവും. ആ സ്വർഗത്തിൽ എഴുതിയിട്ട് ഈ വിഭാഗത്തിനായിരിക്കുന്നു വേണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് സ്വർഗം ചോദിക്കുന്നു. ആത്മീയ പുരുഷന്മാരോട് ചോദിക്കുന്നു. ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് ജീവിതകാലത്ത് മാത്രം അല്ല, അബീബാഹുവിന്റെ വഫാത്തായി സമയമില്ലാത്തവരോട് കുറിച്ച് മാത്രമായിരുന്നു. അബീബാഹുവിന്റെ വഫാത്തായി വഫാത്തിന് ശേഷം മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ ഫാറൂഖിനെ ഭരിക്കുന്ന കാലം ഗാന്ധിജി പോലും ഉമർ ഫാറൂഖിന്റെ ഭരണത്തെ നന്നാക്കിയതാണ്. വിദായികളുടെ മോദിമാരെ ഉമർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ആ ഭരണത്തിൽ മഴയില്ലാതെ റസൂലിച്ചപ്പോ നേരെ ചെല്ലുന്ന റസൂലുള്ളാഹിയെ കാത്തു വിളിപ്പോ അതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ മക്കളിലേക്ക് ചെല്ല നേരെ ചെന്നിട്ട് ഉമ്മത്തിനെ റസൂലിക്ക് അയാൾക്കായിട്ട് മഴങ്ങൾ വന്നിട്ടുണ്ട്. അനുഭവം വെച്ച് തപ്പുന്നുണ്ട്. എന്തോ വിജ്ഞാനങ്ങളാകെ റസൂലിച്ചിട്ടുണ്ട്. ആളുകൾ ആൾക്കാരൊക്കെ ചവൻ തുടങ്ങിയിട്ടുണ്ട്. മഴ വേണം. തൊട്ടടുത്ത് റസൂലുള്ളാഹിനെ കാണുന്നു. റസൂലിനെ പറയുന്നു ഇന്നോട് ചെല്ലാൻ പറയണം. എന്നിട്ട് അവർ ചെയ്യും ഉദ്ദേശം കൊടുക്കുക. ഈ മനുഷ്യൻ നേരത്തെ ഉമർ ഫാറൂഖ് പറയുന്നു ഞാൻ റസൂലുള്ളാഹിനെ മക്ക പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ജാസ്തില്ല ഞാൻ ചെല്ലും. അങ്ങനെ ഞാൻ മഴക്ക് ചോദിച്ചിട്ടുണ്ട്. ആ മഴ എനിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഭരണം ഒന്നുകൂടെ ബുദ്ധിപരമായി ഭരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനേറ്റവും ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയേണ്ട വാക്കെന്താ? സുബ്ഹാനല്ലാഹ് മക്ക അന്ധവിശ്വാസമല്ല. മൂന്ന് ഒരിക്കലും കഴിച്ചു വച്ചിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ വിശ്വസിക്കാൻ വേണ്ടി അത് പ്രചാരങ്ങളെ റജിലുമല്ലേ പറഞ്ഞു എന്തോ ആകട്ടെ. സഹീഹുൽ ബുഖാരിയുടെ അങ്ങയുടെ വ്യാഖ്യാനമുണ്ടോ ഫത്ഹുൽ ബാരിയുടെ ഇനിയിപ്പോ ഹാഫിൾ അസ്കലാനി റഹ്മത്തുള്ള തന്റെ ഗ്രന്ഥത്തിൽ സംബന്ധിച്ചോ ആത്മസ്വരമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വലാത്ത് നേടിക്കൊണ്ടിരിക്കുന്ന തമിഴ് പാർട്ടിയല്ലല്ലോ, സമസ്തയുടെ പ്രസിഡന്റ് അല്ലല്ലോ, മുസ്ലിംസിന്റെ സെക്രട്ടറി അല്ലല്ലോ, മുസ്തഫിന്റെ ട്രഷററല്ലല്ലോ, മാർക്കറ്റിന്റെ മുദ്രീസുമല്ല. ആ പ്രസ്താവന കേൾക്കുന്നു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ റസൂലുള്ളാഹി തങ്ങളോട് മരണശേഷവും കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്നൊരു ഉമറുണ്ട്. അതിനാണ് ഒഴിവുമ്പോൾ ഉമർക്കാൻ തുടങ്ങിയുള്ളതാണ്. ഞാൻ അങ്ങനെ പറയുന്ന കാരണം ഇപ്പത്തെ ആളുകളൊക്കെ നല്ല ആളുകളൊക്കെ നമ്മന്റെ ആളുകളാക്കി മനസ്സിലാക്കി വാദ്യത്തിനും ജനാത്തിക്കാൻ കാരണം ഉമർക്കാൻ ജനാത്തിക്കാൻ കാരണം അതിപ്പോൾ ആദ്യത്തിലെ ജനാത്തിക്കാൻ കാരണം അത് കുഴപ്പമില്ല. രാജന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിയായ ഇലക്ഷൻ നിൽക്കേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. എന്നാ പറയാം ഞാൻ പ്രധാനമന്ത്രിയാണ്. ഞാൻ പണ്ട് കഥ പറഞ്ഞു വരാറുണ്ടല്ലോ. നെഹ്റു കുതിരവട്ടം കാണാമെന്ന കഥ. ഇവർ കുതിരവട്ടം കാണാമെന്ന് പ്രധാനമന്ത്രിയാക്കുന്നത് ഭ്രാന്തന്മാരൊക്കെ ചെല്ലുന്ന നോക്കിയാൽ നിൽക്കുക.
അവൻ നെഹ്റു അവള് പറയുന്ന മാത്രമേ ആലോചിച്ച് പെട്ടെന്ന് കിട്ടിയതിന്റെ കാലത്ത് കാണാൻ അറിയില്ല. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആ സമയത്ത് കാരണം മെച്ചപ്പെട്ട ഭ്രാന്തന്മാർ രണ്ടു മൂന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ വന്നോട് നിലക്കത്തിന് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് കൈക്കൊള്ളുന്നു. അത് ഇന്ന് പറഞ്ഞതുപോലെ ഉമർക്കോടിക്ക് നല്ലതാണ്, അതേപോലെ തന്നെ ഉമർഖാൻ നല്ലതാണ്, വാര്യത്തിന് നല്ലതാണ്, ആയിഷ നല്ലതാണ്. ഇതൊക്കെ പറയാം. പക്ഷെ ചരിത്രത്തോട് കൂടുതലൊക്കെ പറയാൻ കഴിയില്ല. എന്റെ മഹാനായ ഉമർഖാൻ വലിയവാകുവാനും മദീനയിലെ റസൂലുള്ളാഹി തങ്ങളുടെ മക്ബറ റസൂലുള്ളാഹിയുടെ ജാനം, ആ ജാനത്തിന് മുമ്പിൽ പോയി لكنه يجري على الخدين من جب قلبي سيد الكونين حيا بميتا بالتراب رمينا صلوا عليهما سلموا تسليما. അഭിമാനികളെ സംബന്ധിച്ച നമ്പർ 1 മൗലിദി അത് റസൂലുള്ളാഹി മക്ബറയിൽ വെച്ച് പാടുന്നു. റസൂലുള്ളാഹി ബഹിരാകാശത്തെ വിശദീകരിക്കുന്നു. ഇരുമ്പ് കൊണ്ട് പൂട്ടിയിട്ട പൂട്ട് പൊട്ടി തുറക്കപ്പെടുന്നു. ഈ ഉമർഖാൻ യമാസ്ഥാനിക്കാരനാണ് പറഞ്ഞാൽ ഇത് പറയും ഓർമ്മയുണ്ട. ഇന്ന് നടുവരപ്പള്ളി ആദരിച്ചില്ല ഭാര്യകുന്നു. ഇന്ത്യ രാജ്യത്തുള്ള സ്വതന്ത്ര ചരിത്രത്തിൽ സ്വതന്ത്രസമര ചരിത്രത്തിൽ ഏറനാടിന്റെയും വെള്ളനാടിന്റെയും ഒക്കെ മക്കൾ തിരുവനാടിയിലും പൂക്കോട്ടൂരിലുമൊക്കെ ജീവിക്കുന്ന ഭീനജിക്ക് മുമ്പിലേക്ക് പട്ടാളക്കാരുമ്പിലേക്ക് തീരുമാനിച്ചു കൊടുക്കാൻ അവർക്കൊക്കെ ആവേശം പകർന്നത് ബദറമോദികളും മഹാന്മാരുടെ ധീരഗാഥകളുമായിരുന്നുവെന്ന് ചരിത്രമെടുക്കാനില്ല. പിന്നെ അവർക്ക് ജമാഅത്ത് അതിന് ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമി എന്ന മതം ഉണ്ടാകുന്ന അത് അള്ളാന്റെ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന 1947 അള്ളാന്റെ ഭൂമിയിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന മതം അതുണ്ടാക്കുന്നത് തന്നെ 1941 ഓഗസ്റ്റ് 25-26 എനിക്ക് വെറുതെ പറയുന്നതല്ല. ബൈക്ക് ജമാഅത്ത് ഇസ്ലാമിയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം ഇത് ജമാഅത്ത് ഇസ്ലാമിയെ ലഘുപരിധി 1986 നടത്തിയത്. ഇതിന് അതിനുള്ള വ്യക്തമായി പറയുന്നത് ഈ പശ്ചാത്തലത്തിലായിരുന്നു 1941 ആഗസ്റ്റിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണം. അപ്പൊ 1941 വരെ അള്ളാന്റെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സാധനമില്ല. ഇത് ജമാഅത്ത് മാത്രമല്ല, ഫസ്റ്റിൽ യോഗ്യനുള്ളത് മുജാഹിദ്, തെബിലീഗ്, കാദിയാനി, ശേഖരൂർ തുടങ്ങിയിട്ടുള്ള എല്ലാ പുതിയവാസികളും അവർ പുതിയതാണെന്നതിന്റെ തെളിവെന്താണ്? മുമ്പില്ല എന്നുള്ളത്. ഇനി പഴയതായ തെളിവാണെങ്കിലോ അത് ഉണ്ടാക്കിയ ആളില്ല എന്നുള്ളത്. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ നേതാവുണ്ട്. അതാരാണ്? ഇനി തന്നെ പറയുന്നു, വർഷങ്ങൾ നീണ്ടുനിന്ന വിചിന്തനത്തിനും ബോധവൽക്കരണത്തിനും ശേഷമായിരുന്നു യശസ്വീരനായ മൗലാന അബുല്ലാനോടുകൂടി വിവരണമോടുകൂടി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അല്ലാതെ ചിത്രമരിപ്പെട്ട ഓരോ ഓടുകൂടി പറഞ്ഞിട്ടില്ല. അതെന്താ കാരണം? ഞാൻ വായിക്കുക. യശസ്വീരനായ അബുല്ലാനോടുകൂടി ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിക്കാൻ എടുത്തത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ച സ്ഥാപകൻ അബുല്ലാനോടുകൂടിയ. അതുപോലെ തന്നെ ഇസ്ലാം പ്രസ്ഥാനം എടുത്തിട്ട് നമുക്ക് പുസ്തകത്തിൽ കാണാം. ഹിദായ പ്രസ്ഥാനം സ്ഥാപിച്ചത് 1115 നബിയിൽ പൂജാതനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് ആയിരുന്നു. കാദിയാനുണ്ടാക്കിയതോ സത്യയുടെ നടക്കരക്കേറ്റുന്നുണ്ട്. പഞ്ചാബിലെ മുനികാകുലാമെന്നത് കാദിയാനിയാണ്. തെരുവിൽ ജമാഅത്തുണ്ടാക്കിയതോ 1303 കാന്തളയിൽ ജനിച്ച് 403 തെരുവിലുണ്ടാക്കി 663 ചരമകതിയുടെ ഷാഖ് മുഹമ്മദ് ഇലിയാസ് കാന്തളിയുടെ സൊസൈറ്റി അതിനുള്ള കാണാതെ പോയ സേവനോടി അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് സാധനം ആണ്. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയതിന് മാറുണ്ട്. അത് അബുല്ലാനമോദിയില്ല. ഇതിനോ ആത്മീയതയ്ക്ക് ശരിക്കും സ്ഥാനം നൽകുന്ന അതിന് സ്വീകരിച്ചു ജമാഅത്ത്.
അതുണ്ടാക്കിയതിന് അടുത്ത സമാധാനം പറയാൻ ആളെ കാണുക. കാരണം അത് അല്ലാഹുവാണ്. അല്ലാഹു നമുക്ക് നൽകിയ ആത്മീയ മതം ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഒരിക്കൽ പദത്തിൽ അതാണ് അവർ സുന്നത്തുൽ ജമാഅത്ത്. ഇത് മനുഷ്യന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വായിൽ വരുന്നത് കോതക്ക് പാട്ട്. ഇയാളുടെ തലച്ചോറിൽ തോന്നുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം. അപ്പൊ ആത്മീയത എന്താണ് എന്ന് അവർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ചില ആത്മീയതയെ സംബന്ധിച്ചൊക്കെ അത് അങ്ങനെമെന്നാൽ ഞാനറിഞ്ഞു മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറയുന്ന അർത്ഥവാക്യം പോലെ തന്നെയാണ്. ഇതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാം രൂപീകരിച്ച ഉടനെ മൗദൂദി സാഹിബ് നടത്തിയ ഒരു പ്രഖ്യാപനം മൗദൂദ മുസൽമാൻ ആ ഒരു സിയാസി കസ്മക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. क्या പറഞ്ഞത് संगीत और सांस्कृतिक की सराय को पैदा करने के बाद पहला काम जो मैंने किया वो यजीद का बोलने का करार अपनी जिद्दों से विश्वास रहेगा जो मुझे मीरात में मिली थी. വ്യക്തമായി തന്നെ മൗദൂദി തന്നെ തുറന്നു മരിക്കുന്നു. ഖുർആനിലും സുന്നത്തിലുമൊക്കെ റിസർച്ച് നടത്താനുള്ള ഗവേഷണം നടത്താനുള്ള കഴിവ് ആർജിച്ചെടുത്ത ശേഷം ഞാൻ ആദ്യം ഒരു സ്വാമിയായ കർമ്മമുണ്ട്. ഏതാണത്? ജീവനില്ലാതെ കിടക്കുന്ന മതത്തിന്റെ ചങ്ങല കണക്ഷൻ അപ്പം ദുർഗത്തെ ഉപാസന ഞാൻ എന്റെ കടലിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. ഏതായിരുന്നു ആ കണക്ഷൻ? ജോ മുജേ എനിക്കൊരു പാരമ്പര്യമായി കിട്ടിയതാണ്. പരമ്പരാഗതമായി കിട്ടിയ അത് ഗുരുക്കന്മാരെ പാരമ്പര്യമാണെങ്കിലും മൗദൂദി ഒരു തങ്ങളായിരുന്നു എന്നാണ് ജീവചരിത്രന്മാർ കണ്ടെത്തിയത്. അങ്ങനെ ഓഫീസുകളൊക്കെ കണ്ടെത്തിയതുപോലെ ജീവചരിത്രന്മാർ കണ്ടെത്തിയത് മൗദൂദി തങ്ങളായിരുന്നു. അത് ഞാനെവിടെ കിട്ടിയാലും ആ മൗദൂദി പറയുന്നു എല്ലാ പാരമ്പര്യങ്ങളും ഞാൻ പൊട്ടിക്കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഹദീസിൽ എനിക്ക് ശരിയാണെന്ന് കാര്യങ്ങൾ ഞാൻ പത്രത്തിലൂടെ അത് എഴുതിയതിൽ ആളുകൾ കുറച്ചു. അവൻ നിരാപത്തെ കൂടിയെന്ന യുക്തിവാദിയുടെ മുറിവായി കഴിഞ്ഞു. പത്രപ്രവർത്തനം ഭരിച്ച അദ്ദേഹം ഏഴുണ്ടാക്കിയ ലേഖനങ്ങൾക്ക് അനുകൂല പ്രതികരണം വരാൻ തുടങ്ങിയപ്പോൾ അവരെ വിളിച്ചുകൂട്ടി 1941 ഓഗസ്റ്റ് 25-26 75 മെമ്പർമാർ അവരെ കൂട്ടിയിരിച്ചുണ്ടാക്കിയ മതമാർഗമാക്കി തരാൻ. പക്ഷെ മൗദൂദിക്ക് എത്രത്തോളം ഖുർആൻ സുന്നത്തും റിസർച്ച് നടത്താൻ അവകാശവും അധികാരവും ഉണ്ട് എന്ന് പരിശോധിക്കാൻ ചെറിയ സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് ജുമുഅ ഖുത്ബ എന്ന പുസ്തകം IPS പുറത്തിറക്കുക. IPS എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗം. അതിനാണ് മൗദൂദിയുടെ പുസ്തകം. ഇത് തുടക്കത്തിലൊരു ചോദ്യം അഥവാ ഈ ഖുത്ബ അത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ പോകുന്നുണ്ടോ? അത് അറിവിൽ തന്നെയല്ലേ ആവേണ്ടത്? മലയാളത്തിലാകാൻ നല്ല പ്രശ്നമുണ്ടോ എന്നാണ്. അപ്പൊ അതിന് മറുപടി തുടക്കത്തിലേക്ക് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഫത്വക്കുള്ള അഭ്യർത്ഥനയാണ്. ഇതിന്റെ ശരിയായ സംബോധിതർ ബഹുമാന്യരായ പണ്ഡിതന്മാരൊക്കെ. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഫത്വ നൽകാനുള്ള പദവി അയാൾക്കില്ല. ഞാൻ സ്വയം സമ്മതിക്കുക. നമ്മൾ ഇതൊക്കെ സവാലുകൊണ്ട് താഴ്ന്നുകൊണ്ട് പറയാം. നമ്മൾ ഉസ്താദ്മാർ അങ്ങനെ പറയുന്നത് അല്ല. ഇത് ശേഷം വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. മൗനം വിദ്വാന് ഭൂഷണം ബുദ്ധിക്കുൾ അങ്ങനെയാണല്ലോ. അവൻ വിദ്വാന് മാത്രമേ ബുദ്ധിക്ക് ഭൂഷണം പോകുന്നത്. ഞാൻ പറയുന്നത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഫത്വ നൽകാനുള്ള പദവി അയാൾക്കില്ല. അവരില്ലാതെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഫത്വ നൽകാനുള്ള ഉത്തരവാദിത്വം എന്ന് നോക്കിയെടുക്കാനുള്ള അർഹതയില്ല. ഇതില്ലെന്ന് ബോധ്യപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞു ഇയാള് കുട്ടമൊരുവാസ പറ്റുപോലെ തീരുമാനം പറയുന്നത് തീരുമാനം ഞാൻ സദസ്സിന് വായിക്കാം. ഇത് ആത്മീയത കച്ചവടമല്ല, അഭിനയമാണ്, അത് നാടകമാണ്, ചെറുനാടകമാണ്, ബിസിനസ്സാണ്, തൊഴിലാണ് എന്തൊക്കെ പ്രചരിപ്പിക്കുന്നതിന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. അതൊന്നുമല്ല ശരിക്കും അസൂയ. ആത്മീയതയിലെ കാലുകൾ ഒരിക്കലും വരുന്നത് കണ്ടപ്പോൾ വിറവ് പിടിച്ച ദുരിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ബന്ധം. അതാണ് സത്യത്തിൽ ഈ പറഞ്ഞ ക്യാമ്പയിനുകളും പരിഹാസങ്ങളും നാടകങ്ങളും ഒക്കെ. കേട്ടോളൂ, ജമാഅത്ത് ഇസ്ലാമിന്റെ അപ്പോസ്തലൻ മൗദൂദി സാഹിബ് കൊടുക്കുന്ന ഫത്വ. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും
ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ. അന്നവും അറിവും നൽകി പുതിയ ജീവിത സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും മഅദിൻ വഴി നടത്തുന്നു. കിൻഡർഗാർട്ടൻ തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള പഠനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന മഅദിൻ ക്യാമ്പസ് അറിവിനെ അമൃതായി കരുതുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവും അന്നവും നൽകി മഹത്തായൊരു വിജ്ഞാന വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണിവിടെ. വിനീതമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അനന്ത സാധ്യതകളുടെ പ്രകാശവാതിലുകളാണ് മഅദിൻ തുറന്നിടുന്നത്. മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. ജനമനസ്സുകളിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേരുകൾ. ജനങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്കും ദൈന്യതകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിനെ ജീവസുറ്റതാക്കുന്നു. നൊമ്പരങ്ങൾ ഇറക്കി വെക്കാനും അല്ലാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ ഇരുന്നു വാങ്ങാനുമുള്ള പ്രാർത്ഥനാ നഗരിയാണെന്ന് വിശ്വാസികൾക്ക് സ്വലാത്ത് നഗർ. മതധാർമ്മിക മൂല്യങ്ങളുടെ അന്തസത്ത തേടുന്ന അധ്യാപനങ്ങളും ഉത്ബോധനങ്ങളും നാടിന്റെ ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതാണ്. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീലുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ, ദൗവ കോളേജ്, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് മഅദിൻ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവയ്ക്ക് പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും ഈശ്വരയാത്രയുടെ ഭാഗമാകാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. മഅദിൻ ക്യാമ്പസിലെ കാരുണ്യ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തിൽ ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സ്വലാത്ത് നഗർ, മലപ്പുറം 0483 273 8343 273 076 0483 273 1145. www